അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലെ ഒന്നാം വർഷ BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ ലോൺ ആപ്പിനെതിരെ കേസ്. ഇൻസ്റ്റാ ആപ്പ് എന്ന ലോൺ ആപ്പിനെതിരെയാണ് കേസ്. വിദ്യാർത്ഥിയുടെ മരണത്തിൽ ആരോഗ്യ സർവകലാശാല അന്വേഷണ സമിതി ഇന്ന് കോളേജിൽ തെളിവെടുപ്പ് നടത്തും എന്നാണ് വിവരം. ആരോപണ വിധേയനായ അനാട്ട വിഭാഗം മേധാവി ഡോക്ടർ റാമിനെ കോളേജിൽ നിന്ന് പുറത്താക്കി. KV ബൈജു വിവരങ്ങൾ പങ്കുവെക്കും. ബൈജു, പലവിധ കാരണങ്ങൾക്കൊപ്പം ഈ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട ഭീഷണിയും നിതിനെ ഇത്തരമൊരു സംഭവത്തിലേക്ക് നയിച്ചു എന്നുള്ള സൂചന ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതിന്റെ വിശദാംശങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ടോ, തേടിയിട്ടുണ്ടോ? അന്വേഷണ പരിധിയിൽ നേരത്തെ തന്നെ ലോൺ ആപ്പിന്റെ പങ്കുണ്ടായിരുന്നു. ഇപ്പോൾ കൂടുതൽ നടപടികൾ എന്താണ്? അതെ രഞ്ജിത്ത്, ചക്കരക്കൽ പോലീസാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇതിൽ ചക്കരക്കൽ പോലീസ് സ്വമേധയാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്നതും വളരെ പ്രധാനമാണ്. എന്തായാലും നിതിനെ നിരന്തരമായി മാനസികമായി പീഡിപ്പിച്ചു എന്നാണ് ഈ ഒരു കേസ്. അതോടൊപ്പം തന്നെ ഈ അധ്യാപിക ലതാ ശശിധരന്റെ പരാതി കൂടി ഈ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ സൈബർ പോലീസിൽ ഉണ്ടായിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇങ്ങനൊരു കേസ്. നിതിനെ മാനസികമായി ഇത്തരത്തിൽ നിരന്തരം പീഡിപ്പിച്ചു എന്ന ഒരു കേസിൽ മൊബൈൽ ആപ്പ് അധികൃതർക്ക് എതിരെ കേസെടുത്തിട്ടുള്ളത്. എന്തായാലും പോലീസ് അത്തരം നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. ഇതിനിടയിൽ തന്നെ ഇന്ന് ആരോഗ്യ സർവകലാശാല സമിതി അംഗങ്ങൾ തെളിവെടുപ്പിനായി ഇന്ന് കോളേജിലെത്തുന്നുണ്ട്. 10 മണിയോടുകൂടി സംഘം കോളേജിലെത്തും. വിദ്യാർത്ഥികൾ, സഹപാഠികൾ, ജീവനക്കാർ ഇവരിൽ നിന്ന് എല്ലാം മൊഴിയെടുക്കും. അതിനുശേഷം ഈ വിശദമായ റിപ്പോർട്ട് ഗവർണർക്ക് സമർപ്പിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും ഈ കോളേജിന്റെ അംഗീകാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ഒരു റിപ്പോർട്ടിന് ശേഷമായിരിക്കും ഗവർണറുടെ ഭാഗത്തുനിന്നുള്ള നടപടി ഉണ്ടാവുക. കടുത്ത നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും പോലീസ് അന്വേഷണം അന്തിമഘട്ടത്തിലെത്തിയെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഒരു പക്ഷേ നാളെ ഇത് സംബന്ധിച്ച്, അതായത് നിതിന്റെ മരണവുമായി ബന്ധപ്പെട്ട മുഴുവൻ വിശദാംശങ്ങളും ഉൾപ്പെടുന്ന ഒരു വിശദമായ വാർത്താ സമ്മേളനം സിറ്റി പോലീസ് കമ്മീഷണറുടെ നാളെ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ കൂടുതൽ വ്യക്തതയുണ്ടാകും. ഏതായാലും ലോൺ ആപ്പ് മാത്രമല്ല നിതിൻ ഇങ്ങനെ ഒരു മരണത്തിന് അല്ലെങ്കിൽ ഒരു ആത്മഹത്യ ചെയ്യാൻ ഇടയായതെന്നാണ് പോലീസ് പറയുന്നത്. അതോടൊപ്പം മറ്റ് ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്തരം കാര്യങ്ങൾ പോലീസ് വിശദമാക്കും. ഈ തെളിവുകളെല്ലാം പോലീസ് ശേഖരിച്ചു കഴിഞ്ഞു. ഏതായാലും ഈ അധ്യാപകനായ ആരോപണ വിധേയനായ റാം എന്ന് പറയുന്ന അധ്യാപകനെ പുറത്താക്കിയതോടുകൂടി സമരങ്ങൾ അതല്ലെങ്കിൽ പ്രതിഷേധങ്ങൾക്ക് ചെറിയൊരു അയവുണ്ടാകാൻ സാധിക്കുമെന്നൊരു വിലയിരുത്തലാണ് കോളേജ് അധികൃതർക്കുള്ളത്. ഏതായാലും ഈ അധ്യാപകനെ പിരിച്ച് വിടാതെ, അതായത് പുറത്താക്കാതെ വിദ്യാർത്ഥികൾ ക്ലാസ്സിൽ കയറില്ല എന്ന ഒരു തീരുമാനം നേരത്തെ എടുത്തിരുന്നു. അങ്ങനെ വലിയ പ്രതിഷേധം വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു, വിവിധ പാർട്ടി സംഘടനകളുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അതെല്ലാം തണുപ്പിക്കാൻ ഈ റാം എന്ന് പറയുന്ന അധ്യാപകനെ പുറത്താക്കിയതോട് കഴിയുമെന്നൊരു വിലയിരുത്തലുണ്ട്. ഏതായാലും തിങ്കളാഴ്ചയോടുകൂടി ഈ അധ്യയനം വീണ്ടും സജീവമാകുന്ന ഒരു പ്രതീക്ഷയാണ് ഉള്ളത്. ഈ മാനേജ്മെന്റ് തലത്തിലുള്ള ഒരു ചർച്ച കൂടി ഇന്നുണ്ടാകും. മറ്റ് ചില ആവശ്യങ്ങൾ കൂടി വിദ്യാർത്ഥികൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ ആവശ്യങ്ങൾക്ക് മേലുള്ള ഒരു തീരുമാനവും ഇന്നുണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇനി മറ്റൊരു അധ്യാപിക സംഗീത എന്ന് പറയുന്ന ഇവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിട്ടുണ്ട്. ഇവരെ അറസ്റ്റ് ചെയ്യുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസ് ഉടൻ കടക്കും. എന്തായാലും 7 ദിവസമായിരിക്കുന്നു നിതിൻ ഇത്തരത്തിൽ ജീവനൊടുക്കിയിട്ട്. കൂടുതൽ അന്വേഷണം അതിന്റെ അന്തിമഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. വിശദമായ വിവരങ്ങൾ പോലീസ് നാളെ നടക്കുന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശരി, KV ബൈജു ആണ് വിവരങ്ങൾ പങ്കുവച്ചത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.